ഉപ്പൂറ്റി വേദന സാധാരണയായി കണ്ടുവരാറുള്ള ഒരു രോഗമാണ്. പ്ലാന്റർ ഫേഷ്യേറ്റിസ്, കാൽക്കേനിയൽ സ്പർ, അക്കിലസ് ടെൻഡിനൈറ്റിസ് എന്നീ 3 അവസ്ഥകൾക്കും ഉപ്പൂറ്റി വേദനയാണ് പ്രധാന ലക്ഷണം. ഇത് കാൽക്കേനിയൽ സ്പർ ആണ്. ഉപ്പൂറ്റിയുടെ ഭാഗത്തുള്ള കാൽക്കേനിയസ് ബോണിൻ്റെ താഴെയും മുകളിലും മുള്ളുപോലെ ഒരു എല്ല് വളർച്ചയുണ്ടാവുന്നു. ഇത് ടെൻഡൻ കട്ടിയാവുന്നതാണ് എന്നും പറയപ്പെടുന്നു. ഉപ്പൂറ്റി താഴെ കുത്താൻ പറ്റാത്ത വിധം കഠിനമായ വേദനയായിരിക്കും ഉണ്ടാവുക. മരുന്നുകൾ കൊണ്ട് മാറ്റാൻ പ്രയാസമായ ഈ അസുഖത്തെ ആയുർവേദത്തിലെ അഗ്നികർമ്മ ചികിത്സ കൊണ്ട് പൂർണ്ണമായും മാറ്റാൻ സാധിക്കും. പഞ്ചലോഹം കൊണ്ട് നിർമ്മിതമായ ശലാക ചൂടാക്കി പ്രത്യേക രീതിയിൽ ചൂട് കൊടുക്കുന്നതാണ് ഈ ചികിത്സ. ആഴ്ചയിൽ ഒരിക്കൽ വീതം 3-4 അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് 5-6 പ്രാവശ്യം മാത്രം ചെയ്യേണ്ടി വരുന്ന ചികിത്സയാണ് അഗ്നികർമ്മം. ഇതുകൊണ്ട് പൂർണ്ണമായും ഈ രോഗത്തെ മാറ്റാൻ സാധിക്കും. 2008 മുതൽ ഞാൻ അഗ്നികർമ്മ ചികിത്സ ചെയ്തു വരുന്നു. ഇത്തരം കേസുകൾക്ക് അക്കാലത്ത് ചെയ്ത രോഗികളിൽ വരെ അത് വീണ്ടും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായ ഒരു ചികിത്സാ ശാസ്ത്രം ആണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഇത് എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. കാൽക്കേനിയസ് സ്പർ, അതായത് ഉപ്പൂറ്റിക്കുണ്ടാവുന്ന എല്ല് വളർച്ച, ആ രോഗം ആയിരുന്നല്ലോ. നമ്മൾ എക്സ്റേ ഒക്കെ കണ്ടു, മുകളിലും താഴെയും ഈ എല്ല് വളർച്ച പോലെ ഉണ്ട്. അപ്പോൾ അതിന് കാല് കുത്തുമ്പോൾ നല്ല പെയിനായിരുന്നു അല്ലേ? അത് തുടങ്ങിയിട്ട് എത്ര നാളായിരുന്നു? കഷ്ടി 1 വർഷം ആവാറായി. അപ്പോൾ കഠിനമായ വേദനയായിട്ടാണ് കഴിഞ്ഞ ആഴ്ച വന്നതും നമ്മൾ അഗ്നികർമ്മം ചെയ്തതും. ഇപ്പോൾ ഒരാഴ്ചയായി. എങ്ങനെയുണ്ട് പെയിൻ? എനിക്കിപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ചെയ്തതിന് ശേഷം വളരെ കുറവുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഒരു 5-6 പ്രാവശ്യമൊക്കെ നല്ല പെയിൻ വന്നിരുന്നത് ഒരു ദിവസം. ഇപ്പോൾ 1-2 പ്രാവശ്യം ആയി. എന്നാലും നല്ല കുറവുണ്ട്. ശരി, നമുക്കപ്പോൾ നിശേഷം മാറുന്നത് വരെ നമുക്ക് അഗ്നികർമ്മം ചെയ്യാം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇതുപോലെ ഈ അസുഖമായിട്ട് കഷ്ടപ്പെടുന്നവർക്ക് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. വളരെ വളരെ സന്തോഷം.